ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്നത്തെ ചെമ്പനീർപ്പൂവിൻ്റെ കഥ കേൾക്കണ്ടേ? അങ്ങനെ ഇന്നത്തെ ചെമ്പനീർപ്പൂവിൽ സച്ചി ഈച്ചിയും കൂടി കാറ് നോക്കാൻ വേണ്ടി ഷോറൂമിൽ പോയി ഉടമയായിട്ട് സംസാരിച്ചു. സച്ചിയുടെ കെയർ ഓഫിൽ കുറേ കാറുകൾ അവിടെ നിന്ന് വിറ്റുപോയി എന്ന് പറഞ്ഞു. അപ്പോൾ ഈച്ച പറയുന്നുണ്ട് സച്ചിക്ക് കമ്മീഷൻ കൊടുക്കണമെന്ന്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ കൊടുത്താലും അവൻ മേടിക്കില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ സച്ചി ഒരു സെക്കൻഡ് ഹാൻഡ് കാർ എടുക്കാൻ വേണ്ടി കാറുകളൊക്കെ നോക്കിയതിൻ്റെ ഇടയിൽ സച്ചിക്ക് 2 കാറുകൾ ഇഷ്ടമായി. ആ കാറുകൾ ഇഷ്ടമായപ്പോൾ സച്ചിയോട് ഈച്ച പറയും ഇതിലേതാ നീ സെലക്ട് ചെയ്യണേന്ന് ചോദിക്കും. അപ്പോൾ സച്ചി പറയും എടാ കാർ എടുക്കണം എന്നുള്ള ആഗ്രഹം രേവതിക്കല്ലേ, അവൾ വന്ന് സെലക്ട് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സച്ചി രേവതീനെ ഫോൺ വിളിക്കുകയാണ്. സച്ചി രേവതീനെ ഫോൺ വിളിക്കുമ്പോൾ രേവതി വീട്ടിലാണ്, ജോലികളിലാണ്. എന്താ സച്ചിയേട്ടാന്ന് ചോദിക്കും. അപ്പോൾ ചോദിക്കും രേവതി നീ എവിടെയാ? അപ്പോൾ പറയും ഞാൻ ഇവിടെ വീട്ടിലുണ്ട് സച്ചിയേട്ടാ. എന്നാൽ നീ ഒരു കാര്യം ഇവിടെ സെക്കൻഡ് ഹാൻഡ് കാറുകൾ വിൽക്കുന്ന ഷോറൂമിൽ അവിടേക്ക് വാ പറയും. അപ്പോൾ എന്താ ചോദിക്കുമ്പോൾ വാ ഞാൻ 2 കാറ് നോക്കി വെച്ചിട്ടുണ്ട്, നീ ഒന്ന് വാ, നീയും കൂടി നോക്കി സെലക്ട് ചെയ്യേ പറയും. അപ്പോൾ രേവതി ശരി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫോൺ വെക്കും. ഫോൺ വെച്ചിട്ട് പിന്നെ സച്ചി ഈച്ചയും കൂടി സംസാരിക്കുമ്പോൾ ഏത് കാറാണ് ഇഷ്ടമായി ചോദിച്ചിട്ട് അവർ കാറുകളൊക്കെ ഇങ്ങനെ നടന്ന് നോക്കി കാറിൻ്റെ ഉള്ളിലും ഒക്കെ നോക്കണ സമയത്ത് സച്ചി പറയും എനിക്ക് ഈ കാറാണ് ഇഷ്ടമായി പറഞ്ഞിട്ട് 2 കാറുകൾ സച്ചി സെലക്ട് ചെയ്യും. സച്ചി സെലക്ട് ചെയ്യുമ്പോൾ ഈച്ച പറയും പെങ്ങളും കൂടി വരട്ടെ, പെങ്ങളും കൂടി വന്നിട്ട് പെങ്ങൾക്ക് ഏതാ ഇഷ്ടമാവെന്ന് നോക്കാമല്ലോ. അപ്പോൾ പറയും ഞാൻ ചിന്തിക്കണതിൻ്റെ എതിർവശം അവൾ ചിന്തിക്കാറുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നത് അവൾക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട ഈ കാറാവില്ല, മറ്റേ കാറാവും ഇഷ്ടപ്പെടുക എന്നങ്ങനെ സച്ചി പറയണം. അങ്ങനെ അവർ സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് രേവതി ഒരു ഓട്ടോയിൽ അവിടെ വന്ന് ഇറങ്ങാണ്. ദേ പെങ്ങൾ വന്നല്ലോ എന്ന് പറയാണ് ഈച്ച. അങ്ങനെ രേവതി വന്നിട്ട് എന്താ സച്ചിയേട്ടാന്ന് ചോദിക്കുമ്പോൾ പറയും രേവതി ഞാൻ 2 കാറ് കണ്ടു വെച്ചിട്ടുണ്ട്, അതിലേതാ നിനക്ക് ഇഷ്ടം എന്ന് പറയും. അപ്പോൾ രേവതി പറയും നമുക്കിപ്പോൾ കാറ് മേടിക്കണോ സച്ചിയേട്ടാന്ന് ചോദിക്കും. അപ്പോൾ എന്താ രേവതി നീയല്ലേ പറഞ്ഞ ഒരു സെക്കൻഡ് ഹാൻഡ് കാറ് മേടിക്കണം, വാടകയ്ക്ക് കൊടുക്കണം എന്നൊക്കെ, ഇപ്പം എന്താ നീ അങ്ങനെ സംസാരിക്കണമെന്ന് ചോദിക്കുമ്പോൾ പറയും അല്ല സച്ചിയേട്ടാ, നമ്മുടെ വീട്ടിലത്തെ അവസ്ഥ എന്താണെന്ന് ഇപ്പോൾ സച്ചിയേട്ടന് അറിയാലോ. അച്ഛനും അമ്മയും മിണ്ടില്ല. നമ്മളിപ്പോൾ ഒരു കാറ് മേടിച്ചിട്ട് പോയാലും അതിൽ സന്തോഷിക്കാനൊന്നും അച്ഛന് പറ്റില്ല. അച്ഛൻ മനസ്സറിഞ്ഞ് ചിരിക്കുകയൊന്നുമില്ല. ഇവരുടെ വിഷമത്തിൻ്റെ ഇടയിൽ നമ്മളൊരു കാറ് മേടിച്ചിട്ട് പോകാൻ പറ്റുമോ സച്ചേട്ടാന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സച്ചി പറയാണ് അവർ വഴക്കൂടണ നമ്മളെന്ത് പഴിച്ചു രേവതി, നമ്മൾ കാറ് മേടിക്കണം എന്നുള്ളത് നമ്മുടെ തീരുമാനമല്ലേ. അപ്പോൾ നമ്മളത് മേടിക്കാതിരുന്ന എങ്ങനെ ചോദിക്കുമ്പോൾ രേവതി പറയും എല്ലാവരും കൂടി ഒരുമിച്ച് സന്തോഷമായിട്ടിരിക്കുമ്പോഴല്ലേ സച്ചേട്ടാ നമ്മുടെ ജീവിതത്തിലൊരു സന്തോഷമുള്ളപ്പോൾ അതെല്ലാവർക്കും കൂടി ആസ്വദിക്കാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ വീട്ടിൽ ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടായിക്കും, ആകെ സങ്കടങ്ങളല്ലേ വീട്ടിൽ. ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മളൊരു കാറ് മേടിച്ചിട്ട് പോണത് ശരിയാണോ സച്ചേട്ടാ? നമുക്കിപ്പോൾ കാറ് മേടിക്കേണ്ട സച്ചേട്ടാ, അവരുടെ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ പിണക്കം മാറട്ടെ എന്നിട്ട് മേടിക്കുക സച്ചേട്ടാ എന്ന് പറഞ്ഞിട്ട് രേവതി സച്ചിയോട് പറയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ ഈച്ച പറയും സച്ചി പെങ്ങൾ പറഞ്ഞതിലും കാര്യമുണ്ട് കേട്ടോ, ആദ്യം നിങ്ങൾ അച്ഛൻ്റെ അമ്മയുടെ പിണക്കം തീർക്കാൻ നോക്ക്, എന്നിട്ടാവാം കാറ് മേടിക്കല് പറയുമ്പോൾ സച്ചി പറയും അതിന് ഞങ്ങളെന്ത് ചെയ്യാനാ, ഞങ്ങൾ പറഞ്ഞ അച്ഛൻ കേൾക്കണ്ടേ, അച്ഛനും വിട്ടുകൊടുക്കില്ല അമ്മയും വിട്ടുകൊടുക്കില്ല, 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കില്ല, ഞങ്ങൾ സംസാരിച്ചതാ, പിന്നെ ഇപ്പോൾ എന്ത് ചെയ്യാനേ ഈച്ചയെന്ന് പറയണം. അപ്പോൾ രേവതി പറയും എന്തായാലും അവരുടെ പിണക്കം മാറിയിട്ട് മതി സച്ചേട്ടാ കാർ എടുക്കല്ലേ എന്ന് പറയും. അപ്പം അങ്ങനെ മതിയില്ലേ, മതി എന്നാൽ ഈ 2 കാറിൽ ഏതാച്ചും നീ നിനക്ക് ഇഷ്ടപ്പെട്ടത് നോക്ക്, നമുക്ക് പറഞ്ഞിട്ട് പോവാലോ എന്ന് പറയാണ്. അങ്ങനെ സച്ചി രേവതിയും കൂടിയിട്ട് സച്ചി കണ്ടു വെച്ചേക്കണ കാറിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ സച്ചി ഇഷ്ടപ്പെട്ട കാറ് തന്നെയാണ് രേവതി സെലക്ട് ചെയ്യുന്നത്. രേവതി പറയും ഈ കാറ് തന്നെ മതി പറയും. അപ്പോൾ ഈച്ച പറയും ഇപ്പം എന്തായാലും സച്ചി നീയല്ലേ പറഞ്ഞ് നീ ചിന്തിക്കണേൻ്റെ എതിർവശ പെങ്ങൾ ചിന്തിക്കുള്ളൂ, ഇപ്പം എന്തായാലും നീ ഇഷ്ടപ്പെട്ട കാറ് തന്നെയല്ലേ രേവതിക്ക് ഇഷ്ടമായത്, ഇപ്പോൾ മനസ്സിലായല്ലേ നിങ്ങളുടെ 2 പേരുടെയും മനസ്സിൻ്റെ പൊരുത്തം ഒന്നാണെന്ന് പറയാണ് ഈച്ച. അങ്ങനെ അവർ 2 പേരും കൂടി ഒരു സിൽവർ കളർ കാറ് സെലക്ട് ചെയ്തു. അപ്പോൾ രേവതിയോട് സച്ചി പറയും അച്ഛൻ്റെ അമ്മയുടെയും പിണക്കം മാറ്റാൻ ഒരൊറ്റ വഴിയുള്ളൂ, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം, അതിന് ഒരാളെ കൊണ്ടുവരണം, അത് ഞാൻ ശരിയാക്കാമെന്ന് പറയുമ്പോൾ രേവതി ചോദിക്കും ആരെ സച്ചിയേട്ടാ ചോദിക്കുമ്പോൾ അതൊക്കെ ഉണ്ട്, നീ ഒരു കാഞ്ചി വേഗം ഓട്ടോ വിളിച്ച് വീട്ടിൽ പോക്കോ, ഞങ്ങൾക്ക് അർജൻറ്റായിട്ടൊരു സ്ഥലം വരെ പോകാണ്ട് പറയും. അപ്പോൾ ശരി പറഞ്ഞിട്ട് രേവതി അങ്ങനെ തിരിച്ച് ഓട്ടോ വിളിച്ച് വീട്ടിൽ പോവാണ്. അങ്ങനെ സച്ചി ആ കാറ് സെലക്ട് ചെയ്തിട്ട് ഷോറൂം ഓണറോട് പറയുകയാണ്. അപ്പോൾ വിനോദം എവിടെ വാന്ന് പറയുമ്പോൾ അപ്പോൾ എന്താ ചോദിക്കുമ്പോൾ പറയും ഈ കാറ് ഞങ്ങൾക്ക് ഇഷ്ടമായി പറയും. അതെ ഞാൻ ഇന്ന് കൊണ്ടുപോകണില്ല, ഞാൻ 2-3 ദിവസം കഴിഞ്ഞ് വന്ന് കൊണ്ടുപോയിക്കോളാം കേട്ടോ, ഇതാർക്കും കൊടുക്കരുതിട്ട് പറയുമ്പോൾ അപ്പോൾ ഓണർ പറയും ശരി സച്ചി നീ എപ്പോഴാച്ചാൽ വന്ന് കൊണ്ടുപോയാൽ മതി, ഞാൻ കാറ് വേറെ ആർക്കും കൊടുക്കില്ല കേട്ടോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർ ആ കാറ് കച്ചവടം ഉറപ്പിച്ചിട്ട് അവരവിടെ നിന്ന് പോവാണ്. പിന്നീട് കാണിക്കുന്നത് വർഷയുടെ ഡബ്ബിങ് സ്റ്റുഡിയോ ആണ്. വർഷ ഡബ് ചെയ്ത് കഴിഞ്ഞിട്ട് സാർ ഞാൻ പോട്ടെ ചോദിക്കുമ്പോൾ വർഷ ഒരു സീനും കൂടി ഉണ്ട് വർഷയെ പറയാണ്, സൗണ്ട് റെക്കോർഡ് ചെയ്യണ സാറ്. അപ്പോൾ ശരി സാർ ഒരു കാര്യം ചെയ്യൂ, എനിക്കത് അയക്കൂ പറഞ്ഞിട്ട് ടി വിയിൽ വർഷ അത് കാണുന്നത് ഒരു പെണ്ണിൻ്റെ ഡെലിവറി സീനാണ്. അയ്യോ അമ്മയെന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് പ്രസവ സമയത്ത് അനുഭവിക്കുന്ന വേദനയാണ് വർഷ കാണുന്നത്. ഓക്കെ സാർ ഞാൻ ഡബ് ചെയ്തോളാം, വർഷ ഇത് ശരിക്കും അഭിനയിക്കുന്ന പോലെ തോന്നരുത്, ഇത് ജീവിക്കുന്ന പോലെ വേണ്ടിട്ട് പറയും. ഓക്കെ സാർ പറയുമ്പോൾ വർഷ ആ സീൻ കണ്ടിട്ട് ആകെ വയ്യാണ്ടാവുകയാണ്. എന്നിട്ട് വർഷ അത് ഡബ് ചെയ്യുമ്പോൾ
വർഷ അയ്യോ അമ്മേ ആ വേദനിച്ചിട്ട് വയ്യ അമ്മേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വർഷം കരയാണ്. കരഞ്ഞിട്ട് ഡബ് ചെയ്യൽ കണ്ടിട്ട് ഓക്കെ വർഷ അടിപൊളിയായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അത് നിർത്തിയപ്പോഴും വർഷയുടെ കരച്ചിൽ നിൽക്കണില്ല. വർഷ കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ സൗണ്ട് റെക്കോർഡ് ചെയ്യണ സാർ പറഞ്ഞു വർഷ വിളിക്കുകയാണ്. ആ സാർ കഴിഞ്ഞ വർഷ എഴുന്നേറ്റുള്ളൂ എന്ത് പറ്റി വയ്ക്കുമ്പോൾ ഒന്നുമില്ല സാർ പറഞ്ഞിട്ട് വർഷ അവിടെ നിന്ന് എഴുന്നേക്കാണ്. അപ്പോൾ വർഷയ്ക്ക് ആ ഒരു ഡെലിവറി സീൻ വർഷയുടെ മനസ്സിലേക്ക് വല്ലാണ്ട് തട്ടിപ്പോയി കേട്ടോ. വർഷ ആകെ പകച്ച് പേടിച്ച് പോയി. അത് കഴിഞ്ഞ് എന്ത് പറ്റി വർഷ എന്താ വല്ലാതിരിക്കുന്നത് ചോദിക്കുമ്പോൾ ഒന്നുമില്ല സാർ ഞാൻ പൊക്കോട്ടെ ചോദിക്കുക. ആ ശരി പൊക്കോളൂ പറയും. അങ്ങനെ വർഷ അവിടെ നിന്ന് ഇറങ്ങിയ വഴിക്ക് വർഷയുടെ അമ്മേനെ വിളിക്കാം, മഹിമേനെ വിളിക്കണം. അപ്പോൾ മഹിമ എന്താ വർഷേ അമ്മ എവിടെ അമ്മേ, ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങിയേക്കാം വർഷ എന്തേ ചോദിക്കുമ്പോൾ ഒന്നുമില്ല അമ്മേ സോറി അമ്മേ പറയാം. അപ്പോൾ എന്താ നിനക്ക് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അമ്മ ഡെലിവറിയുടെ സമയത്ത് ഒരുപാട് വേദന സഹിച്ചിട്ടാവില്ല എന്നെ പ്രസവിച്ചിട്ടുണ്ടാവുക. അത് പിന്നെ അങ്ങനെ തന്നെയല്ലേ ഡെലിവറിക്ക് നല്ല വേദനയല്ലേ ഉണ്ടാവുക. അതെന്താ ഇപ്പം നിനക്ക് പെട്ടെന്ന് ഇങ്ങനെ ചോദിക്കാൻ കാരണം ഞാൻ ഇന്നൊരു ഡെലിവറി സീനിൻ്റെ ഡബ് ചെയ്തു അമ്മേ. എനിക്കത് കണ്ടപ്പോൾ സഹിക്കാൻ പറ്റിയില്ല. എന്തോരം വേദന അനുഭവിച്ചിട്ടാണ് പ്രസവിച്ചിരിക്കണത്. അമ്മ എന്നെ അങ്ങനെ ഒരുപാട് വേദന അനുഭവിച്ചിട്ടല്ലേ പ്രസവിച്ചത്. അമ്മയോട് ഞാൻ എന്നിട്ട് എന്തൊക്കെ ദേഷ്യത്തിൽ പെരുമാറിയിട്ട് സോറി അമ്മയെ പറയണേ. ഒന്ന് പോടി അതൊന്നും സാരമില്ലേ പറയണം. എനിക്ക് ആ സീൻ കണ്ടിറങ്ങിയപ്പോൾ പെട്ടെന്ന് അമ്മയെ വിളിക്കണം തോന്നി, അതുകൊണ്ടാണ് ഞാൻ അമ്മേനെ വിളിച്ചത്. അമ്മയെ സോറി അമ്മയെന്ന് പറയുമ്പോൾ അത് പോട്ടടി മോളെ അതൊന്നും കുഴപ്പമില്ല നിൻ്റെ ഒരു കാര്യം എന്ന് പറയണം. എന്നാൽ ശരി അമ്മ ഞാൻ വെക്കുക പറയും. ആ ശരി എന്ന് പറയും. എന്നിട്ട് മഹിമ അങ്ങനെ ആലോചിച്ചിട്ട് പറയും ഈ പെണ്ണിൻ്റെ ഒരു കാര്യം എന്നിങ്ങനെ പറയാണ്. അത് കഴിഞ്ഞു ചന്ദ്രോദയത്തിൽ രേവതി ശ്രുതിയും കൂടി ഇരുന്നിട്ട് കോഫി കുടിക്കാൻ പൂമുഖത്തിരുന്നിട്ട് ആ സമയത്താണ് വർഷ കയറി വരുന്നത്. വർഷ കയറി വരുന്നത് ഒരു സ്വപ്ന ലോകത്തെ പോലെയാണ് ഇങ്ങനെ കയറി വരുന്നത്. എന്തോ ആലോചിച്ച് കയറി വരുന്ന പോലെ ഉണ്ട്. അപ്പോൾ വർഷേനെ കാണുമ്പോൾ ശ്രുതി പറയും വർഷ എന്ന് നേരത്തെയാണല്ലോ വർഷയെന്ന് വിളിക്കുമ്പോൾ വർഷ ഇതൊന്നും കേൾക്കില്ലേ. വർഷേ നീ ഇത് ഏത് ലോകത്തെ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഇത് നേരത്തെയാണല്ലോ എനിക്ക് ഒരു മൂഡ് തോന്നിയില്ല അതുകൊണ്ട് ഞാൻ നേരത്തെ പോകുന്നു പറയും. അപ്പോൾ രേവതി പറയും വർഷേ അവിടെ കോഫി ഇരിക്കുന്നുണ്ട് അതെടുത്ത് കുടിക്കുകയെ പറയും. അപ്പോൾ വർഷ അതിങ്ങനെ ശ്രദ്ധിക്കണില്ല. വർഷേ പോയി കോഫി എടുത്ത് കുടിക്കേ, നിൻ്റെ മുഖമൊക്കെ എന്താ വല്ലാതെ ഇരിക്കണേ, എന്ത് പറ്റി എന്താ ഉണ്ടായി എന്ന് ചോദിക്കും രേവതി. എന്താ ഭയങ്കര സങ്കടമല്ലാതെ പോട്ടെ. അപ്പോൾ വർഷ പറയും ഉണ്ട് രേവതി ചേച്ചി സങ്കടമുണ്ട്. ഞാനിന്നേ ഒരു സീന് ഡബ് ചെയ്തു. അപ്പോൾ എനിക്കതൊക്കെ കണ്ടപ്പോഴേ ഭയങ്കര വിഷമമായി. അപ്പോൾ എന്ത് സീനാണ് നീ ഡബ് ചെയ്തേ? അതെ ഞാനേ ഒരു ഡെലിവറി സീനായിരുന്നു ഡബ് ചെയ്ത്. അതിൽ എന്തോരം വേദന സഹിച്ചിട്ട് പ്രസവിക്കും. ഈ പ്രസവിക്കുമ്പോഴൊക്കെ നല്ല വേദന അനുഭവിക്കേണ്ടി വരില്ലേ രേവതി ചേച്ചി? പ്രസവിക്കുമ്പോൾ പിന്നെ വേദന ഇല്ലാതെ ഇരിക്കുമോ? നല്ലോണം വേദന അനുഭവിക്കേണ്ടി വരും. എന്തോരം കഷ്ടപ്പെട്ടിട്ട് എന്തോരം വേദന സഹിച്ചിട്ടല്ലേ ഒരു കുഞ്ഞൊക്കെ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ കഷ്ടപ്പെടണം, കുറേ കഷ്ടപ്പെടണമല്ലേ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ശ്രുതി പറയും കഷ്ടപ്പെടണമെന്ന് ഒരുപാട് കഷ്ടപ്പെടണം വർഷേ. അത് പ്രഗ്നൻ്റ് ആയി ഒരു 1-2-3 മാസം ഭയങ്കര ഛർദിയായിരിക്കും. ഛർദിയാവും, ഒന്നും കഴിക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു 4-5 മാസം ആകുമ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പിന്നെ കുറച്ച് ഭക്ഷണമൊക്കെ കഴിക്കാൻ പറ്റും. പക്ഷെ കയ്യും കാലൊക്കെ ഭയങ്കര കഴപ്പായിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ ഒരു 5-6-7 മാസമൊക്കെ ആകുമ്പോഴത്തേക്കും കുഞ്ഞനങ്ങാനൊക്കെ തുടങ്ങും. വയറ്റിൽ കിടന്നിട്ട് ചവിട്ടും തൊഴിയൊക്കെ തുടങ്ങും. അപ്പം നമുക്ക് നല്ല അസ്വസ്ഥതയായിരിക്കും. ഇരിക്കാനും കിടക്കാനൊന്നും പറ്റാത്ത അവസ്ഥയായിരിക്കും. അത് കഴിഞ്ഞ് കാലിൽ നീരൊക്കെ വരും. പിന്നെ അത് കഴിഞ്ഞ് ഡെലിവറിയുടെ സമയത്തുണ്ടല്ലോ ചിലർക്ക് 1-2 മണിക്കൂർ ഡെലിവറി പെയിൻ അനുഭവിക്കേണ്ടി വരും. ചിലർ ഒരു ദിവസം മുഴുവൻ കിടന്ന് വേദന തിന്നണം. അങ്ങനെ ആ വേദനയൊക്കെ തിന്നിട്ട് ലാസ്റ്റ് ആ കുട്ടീനെ പ്രസവിക്കുന്ന സമയത്തുള്ള ഒരു ഫീലുണ്ടല്ലോ വർഷേ, അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതൊക്കെ അനുഭവിച്ച് തന്നെ അറിയണം എന്ന് പറയണം. അപ്പോൾ വർഷി രേവതി ഇങ്ങനെ അന്തം വിട്ട് ശ്രുതിനെ നോക്കിയിരിക്കുകയാണ്. കാരണം ശ്രുതി ഒന്ന് പ്രസവിച്ചതാണോ എന്നുള്ള സംശയം പോലെ അവരുടെ മനസ്സിലുണ്ട്. അപ്പോൾ ഇവരിങ്ങനെ അന്തം വിട്ട് കണ്ണും തള്ളിയിരിക്കുമ്പോൾ ശ്രുതി പെട്ടെന്ന് ആ ഒരു ഫീലിങ്ങിൽ, ശ്രുതി ഒരു അമ്മയായതാണല്ലോ, അപ്പോൾ ആ ഒരു ഫീലിങ്ങിൽ ശ്രുതി പറഞ്ഞു നിർത്തി പെട്ടെന്ന് നോക്കുമ്പോൾ ഇവർ രണ്ടുപേരും കണ്ണും തുറച്ച് ശ്രുതിയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതി നിങ്ങളെന്താ എന്നെ നോക്കണേ? അല്ല നീ ശരിക്കും അമ്മയാണോ എന്ന് ചോദിക്കും രേവതി. അപ്പോൾ ശ്രുതി അത് കേൾക്കുമ്പോൾ പെട്ടെന്ന് ഞെട്ടുമ്പോൾ പറയണം അല്ല ഇത് എൻ്റെ കുട്ടികളുണ്ടായിട്ടുള്ള കൂട്ടുകാരികൾ പറഞ്ഞിട്ടുള്ള ഫീലിംഗ് ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്നേ ഉള്ളൂ എന്നൊക്കെ പറയാണ്. അപ്പോൾ വർഷ പറയണേ ഈശ്വര എൻ്റെ ദൈവം ഇതൊക്കെ കേൾക്കുമ്പോൾ പേടിയാവണു. എന്തോരം വേദന അനുഭവിച്ചിട്ടാണ് പ്രസവിക്കുന്നത്. ഞാൻ പ്രസവിക്കണമെന്നില്ല. ശ്രീകാന്തിന് ഇനി ഞാൻ എൻ്റെ 7 അയലക്കത്ത് അടുപ്പിക്കില്ല. അവൻ എവിടെ വെച്ച് പോയി കിടന്നോട്ടെ എന്നൊക്കെ പറയുമ്പോൾ രേവതി ചിരിക്കണം. അതിനെന്താ വർഷേ, അപ്പം നിങ്ങൾക്ക് കുഞ്ഞുങ്ങളൊന്നും വേണ്ടേ? നിങ്ങൾക്ക് 2 പേർക്കും കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ അതിൽ നിന്നൊരു കുട്ടീനെ ഞാൻ ദത്തെടുത്തോളാം പറയണം. അപ്പോൾ രേവതി പറയാം നമ്മൾ 3 ആളിൽ ആർക്ക് കുട്ടി ഉണ്ടായാലും അത് നമ്മുടെ 3 ആളുടെയും കുഞ്ഞ് തന്നെയാണ്. പക്ഷെ സ്വന്തം എന്ന് പറയാൻ നിങ്ങൾക്കൊരു കുഞ്ഞിനെ വേണ്ടേ? രേവതി ചേച്ചി എനിക്കിതൊക്കെ ആലോചിച്ചിട്ട് ആകെ പേടിയാവണം കേട്ടോ. എനിക്കത് കണ്ടിട്ട് തന്നെ ആകെ പേടിയായിട്ട് ഞാൻ ഇരിക്കുന്നത്. എന്തായാലും വേണ്ട. അപ്പം
രേവതി പറയാം ശ്രീകാന്ത് സമ്മതിക്കുമോ, നിനക്ക് കുഞ്ഞ് വേണ്ടാന്ന് പറഞ്ഞാൽ ശ്രീകാന്ത് സമ്മതിച്ചാലില്ലെങ്കിൽ അവനെ സമ്മതിപ്പിക്കാനുള്ള വഴിയൊക്കെ എനിക്കറിയാം. എൻ്റെ ദൈവമേ, എനിക്കതൊന്നും ആലോചിക്കാൻ കൂടി വയ്യ. അപ്പോൾ രേവതി പറയും, വർഷേ നമ്മുടെ അമ്മമാരൊക്കെ നമ്മൾ പ്രസവിച്ചിട്ട് തന്നെയല്ലേ നമ്മളൊക്കെ ഉണ്ടായത്. അപ്പോൾ വർഷ പറയും, എൻ്റെ അമ്മ ഒന്ന് പ്രസവിച്ചു, രേവതി ചേച്ചിയുടെ അമ്മ 3 പ്രസവിച്ചു, അപ്പോൾ എന്തോരം വേദന അനുഭവിച്ചിട്ടുണ്ടാവും. അപ്പോൾ രേവതി പറയാം, പ്രസവവേദന അനുഭവിക്കുന്നതും കുഞ്ഞുങ്ങളെ പ്രഗ്നൻ്റ് ആവുന്നതും പ്രസവവേദന അനുഭവിക്കുന്നത് അതൊക്കെ ഒരു രസമല്ലേ. പ്രസവിച്ച് കഴിഞ്ഞാൽ കുഞ്ഞിനെ പാലൂട്ടി താരാട്ടി വളർത്തുമ്പോൾ അതിൻ്റെയൊക്കെ ഒരു സന്തോഷം വേറെ അല്ലേ വർഷേ എന്നിങ്ങനെ രേവതി ഇമോഷണലായിട്ട് പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ശ്രുതിക്ക് ഭയങ്കര വിഷമമാണ്. കാരണം ശ്രുതി ഒരു അമ്മയല്ല. അപ്പോൾ ശ്രുതി അവിടെ നിന്നിട്ട് കണ്ണ് നിറഞ്ഞിട്ട് ശ്രുതിയുടെ മോനെ പറ്റിയിട്ട് ഓർക്കുകയാണ് ഇവരുടെ സംസാരം കേൾക്കുമ്പോൾ. അപ്പോൾ വർഷ പറയും, എന്തായാലും എനിക്ക് കുഞ്ഞുങ്ങളൊന്നും വേണ്ട, എനിക്ക് വയ്യ, ഞാൻ ഇതെന്തായാലും ശ്രീകാന്തിനെ കൊണ്ട് സമ്മതിപ്പിക്കാനുള്ള വഴിയൊക്കെ എനിക്കറിയാം, രേവതി ചേച്ചി എനിക്കിതൊന്നും വയ്യ താങ്ങാനൊക്കെ പറഞ്ഞിട്ട് വർഷ അങ്ങനെ പറയാണ്. അപ്പോൾ ഇവർ ശ്രുതിയും രേവതിയും കൂടി ഇവളുടെ വർത്തമാനങ്ങൾ കേട്ടിട്ട് ചിരിക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞു. പിന്നെ ചന്ദ്രമതി ഇങ്ങനെ അവിടെ ഇരുന്നിട്ട് ഹോളിൽ ഇരുന്നിട്ട് ഇങ്ങനെ ആലോചിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരാളുടെ എൻട്രി ഉണ്ട്. അതാരാന്ന് നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ഒരു ചെറിയൊരു ക്ലൂ പോലെ തോന്നും, സച്ചി ആരെ കൊണ്ടുവരാൻ പോകണമെന്ന്. കാരണം വേറെ ആരും ഞാൻ വീട്ടിലേക്ക് അവരുടെ വഴക്ക് കോംപ്രമൈസ് ചെയ്യാൻ വരാനില്ല. വേറെ ആരല്ല കടന്നു വരുന്നത് അച്ഛമ്മയുടെ മാസ് എൻട്രിയാണ്. അച്ഛമ്മയാണ് സച്ചിയുടെ കൂടെ വരുന്നത്. പക്ഷേ ചന്ദ്രമതി ഇതൊന്നും അറിയില്ല. ചന്ദ്രമതി സ്വപ്നലോകത്ത് ഇരിക്കുന്ന പോലെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അച്ഛമ്മ കയറി വന്നിട്ട് ചന്ദ്രയെ വിളിക്കുകയാണ്. ചന്ദ്രയെ വിളിക്കുമ്പോൾ ചന്ദ്രമതി പെട്ടെന്ന് വിളിച്ചിട്ട് ചാടി എന്നിട്ട് അമ്മ എപ്പോൾ വന്നു, അമ്മ എന്താ വന്നേ? അപ്പോൾ രേവതിനെ ഇങ്ങനെ ക്രൂരായിട്ട് നോക്കുകയാണ്. അപ്പോൾ അച്ഛൻ പറയും, എന്താ എനിക്ക് വരാൻ പാടില്ലേ? അല്ല, അമ്മ പോയിട്ട് അധികം ദിവസമായിട്ടില്ല, അപ്പോൾ എനിക്ക് അമ്മ എന്തിനാ വന്നേ എന്ന് ചോദിക്കുമ്പോൾ ചന്ദ്ര എന്നിട്ടും ക്രൂരായിട്ട് രേവതി നോക്കുന്നുണ്ട്. കാരണം രേവതി അവിടെ നടന്ന കാര്യങ്ങളെല്ലാം അച്ഛമ്മയോട് പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ചന്ദ്രൻ നോക്കുന്നത്. അപ്പോൾ അച്ഛമ്മ പറയും, നീ അവളെ നോക്കി പേടിപ്പിക്കണ്ട, നീ എന്തിനാ അവളെ നോക്കി പേടിപ്പിക്കുന്നത് പറയുമ്പോൾ അവളല്ല എന്നോട് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞത് പറയും. അപ്പോൾ സച്ചി പറയും, ഇതെല്ലാം കേട്ട് നിൽക്കുന്ന സച്ചി പറയും, രേവതിനെ നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട, ആരും കണ്ണുരുട്ടൊന്നും വേണ്ട, അച്ഛമ്മയെ കൊണ്ടുവന്നത് ഞാനാ, ഇവിടുത്തെ കാര്യങ്ങളെല്ലാം അച്ഛമ്മോട് പറഞ്ഞതും അച്ഛമ്മേനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഞാനാണ്, അതിന് വേറെ ആരും നോക്കി പേടിപ്പിക്കേണ്ട ആവശ്യമില്ല പറയുമ്പോൾ ചന്ദ്രമതി തിരിഞ്ഞ് സച്ചിനെ നോക്കുകയാണ്. അങ്ങനെ അച്ഛമ്മ വന്നിട്ടുള്ള ഒരു മാസ എൻട്രിയിലാണ് ഇന്നത്തെ ചെമ്പനീർപ്പൂവിൻ്റെ ക്ലൈമാക്സ് വരുന്നത്. അപ്പോൾ എന്നത്തെയും പോലെ എൻ്റെ കഥ കേട്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാരെൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും താങ്ക്